ഹലോ, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. ഇന്നത്തേത് ജനുവരിയിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു റീസെറ്റ് വീഡിയോ ആയിരുന്നു. ഇത് ആക്ച്വലി കുറച്ച് നേരത്തെ ഇടേണ്ടതായിരുന്നു, പക്ഷേ എന്തൊക്കെയോ കാരണം കൊണ്ട് നേരം വൈകിപ്പോയി. പക്ഷേ എനിവേ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യം തന്നെ ഈ ഒരു ക്രിസ്മസ് ഡെക്കോറും കാര്യമൊക്കെ ഇവിടുന്ന് മാറ്റാം. ഈ ഒരു വീഡിയോ ആക്ച്വലി 2-3 ദിവസത്തെ വീഡിയോ ആണ്. ഇതിൻ്റെ ഇടയിൽ കുറേ കാര്യങ്ങൾ വന്നു. ഇപ്പം ബ്രദറിൻ്റെ കല്യാണം എടുത്തിട്ടുണ്ട്, അപ്പോൾ അതിന് ഡ്രസ്സ് എടുക്കുക കാര്യങ്ങളൊക്കെ പാടെ വന്നതുകൊണ്ടാണ് ലേറ്റായിപ്പോയത്. ഇത് ഞാൻ 2025 തന്നെ ഇടണം എന്ന് വിചാരിച്ചൊരു 26 റീസെറ്റ് വീഡിയോ ആയിരുന്നു, പക്ഷേ കഴിഞ്ഞില്ല. അപ്പോൾ അതാ ക്രിസ്മസ് ഡെക്കറേഷനും കാര്യങ്ങളും ഒക്കെ ഒന്ന് മാറ്റി ടേബിളൊന്ന് ക്ലീൻ ചെയ്തിട്ട് ഒന്ന് റീസെറ്റ് ചെയ്തെടുക്കാം. ഈ ഒരു ഫാരി ലൈറ്റും റിമൂവ് ചെയ്യുന്നുണ്ട്, എന്നിട്ട് കുറച്ചുകൂടി നല്ല രീതിക്ക് വെച്ച് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. കൂടെ തന്നെ നമ്മുടെ ഡെസ്കും ഒന്ന് ക്ലീൻ ആക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അതാ ഒരു കലണ്ടർ സെറ്റ് ചെയ്യാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിൻട്രസ്റ്റിൽ നിന്ന് എല്ലാ മന്തിൻ്റെയും പ്രിൻ്റ് ഔട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ 2 പേജിലാക്കിയിട്ട് എടുത്തതാണ്. ഇനി അതൊന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കട്ട് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ഒരു സാറ്റിസ്ഫൈങ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. പ്രത്യേകിച്ച് ഈ ക്യൂട്ടായിട്ടുള്ള അങ്ങനത്തെ എന്തെങ്കിലും പിക്ചേഴ്സും കൂടിയാണെങ്കിൽ ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ തരും. അപ്പം ഇങ്ങനെ സ്ലോ ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് ഞാൻ എടുക്കുകയാണ്. ഇനിയിപ്പോൾ അതാ ഇതൊക്കെ നല്ലോണം ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് ഒരു ക്ലിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഇതാ കുറച്ച് കട്ടിയുള്ള ഒരു പേപ്പർ എടുക്കുന്നുണ്ട്. ഞാൻ എടുത്തിട്ടുണ്ട്, അതിന് എൻ്റെ കൈമേലുള്ള വാൾ പോസ്റ്ററിൻ്റെ ബാക്കി വന്ന ഒരു പേപ്പറാണ്. അല്ലെങ്കിൽ കാർഡ്ബോർഡ് പേപ്പർ ആയാലും കുഴപ്പമില്ല. അതിൻ്റെ സെൻറ്റർ പോർഷനിൽ 2 സെൻറ്റിമീറ്റർ ഇട്ടിട്ടായിട്ട് ഞാൻ മടക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് സ്റ്റേപ്ലർ അടിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ വെക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഹോൾഡറായി, കലണ്ടർ ഹോൾഡറായി. എന്നിട്ട് കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് ഏടാ വെക്കണമെന്നൊക്കെ നോക്കി. ഇനിയിപ്പോൾ അതാ വിഷൻ ബോർഡ് ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഒന്നുകൂടി നല്ലോണം വൃത്തിയിലാക്കാമെന്ന് വിചാരിച്ചിട്ട് ഒന്നുകൂടി മാറ്റി ചെയ്യാണ്. അപ്പോൾ അതൊന്നും ഇങ്ങനെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ആരെങ്കിലും വന്നാലും നമുക്ക് വേണേൽ എടുത്ത് വെക്കാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ആദ്യം വാളിൽ സ്റ്റിക്ക് ചെയ്തിട്ടായിരുന്നു. എന്നിട്ടത് പിന്നെ വാളിൽ സ്റ്റിക്ക് ചെയ്ത് എന്നിട്ട് പിന്നെ അത് റിമൂവ് ചെയ്തു. ഇനിയിപ്പം ചെയ്യുന്നത് നമ്മളുടെ ജേർണലിനും അതേപോലെ അങ്ങനെ 2026 വേണ്ടിയിട്ടുള്ള കുറച്ച് ബുക്കുകൾക്കൊക്കെ കവർ പേജ് സെറ്റ് ചെയ്യാണ്. ഇതിൻ്റെ ഒരു ബുള്ളറ്റ് ജേർണലാണ്. അതിന് ഞാൻ ഓൾറെഡി ഒരു പേജ് സെറ്റ് ചെയ്തിട്ടുണ്ട്, കവർ പേജ്. ഇനി ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ പിൻട്രസ്റ്റിൽ നിന്ന് പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് ഒട്ടിക്കുകയാണ്. അപ്പം ഞാനെടുത്ത സൈസിൽ പേജ് കുറച്ച് കുറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഒട്ടിച്ച്. ഞാനിപ്പം 2026 മെയിനായിട്ട് ഒരു 5 ബുക്കാണ് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. ഒരു ബുക്ക് എക്സ്ട്രാ വെക്കുന്നുണ്ട്. പിന്നെ അല്ലാതെ 2024 മുതൽ എൻ്റെ കൈമുള്ളൊരു ഡയറിയാണിത്. അത് യൂട്യൂബിൻ്റെ കാര്യങ്ങളൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ ഒരു ബുള്ളറ്റ് ജേർണലും ഒരു മൂഡ് ട്രാക്കറും പിന്നെ നമ്മൾ ഡെയിലി ജേർണലിങ് ചെയ്യാവുന്ന ബുക്കുമാണ് കൊണ്ടുപോകുന്നത്. പിന്നെ ഒരു പേഴ്സണൽ ജേർണലുണ്ട്, പക്ഷെ അതിനൊന്നും കവർ പേജ് ഒന്നും കൊടുക്കുന്നില്ല. ഇപ്പം കവർ പേജ് കൊടുത്തിട്ട് ഇപ്പോൾ അതൊരു ബുള്ളറ്റ് ജേർണലിൻ്റെ ബുക്കാണ്. അതിലിങ്ങനെ ബൂജോ ഒന്ന് സ്റ്റിക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്തതിൽ മൈ ജേർണൽ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജേർണൽ ബുക്കിലും അങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ മൂഡ് ട്രാക്കറാണ്. അത് ഞാൻ ഡിസംബർ മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതായിരുന്നു. അപ്പോൾ അതിനും ഇങ്ങനെ
ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്, മൂഡ് ട്രാക്കർ എന്ന് പറഞ്ഞിട്ട്. ഇനിയിപ്പോൾ ദാ ഒരു ക്യാൻഡിൽ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിരുന്നു. ഇത് ഓൾറെഡി ക്യാൻഡിലായിട്ട് എൻ്റെ ഉണ്ടായതിനാണ്, പക്ഷേ അത് ഫുൾ എടുക്കാനും വീഡിയോ എടുക്കാനും മറന്നുപോയി. ഞാൻ ക്യാൻഡിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇനി ഈ ഒരു ടേബിള് കുറച്ച് ലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് മാറ്റിയിരുന്നു, പക്ഷേ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. എന്നിട്ട് ഞാൻ പിന്നെ പഴയ പോലെ ആക്കി. പിന്നെ ഈ ഒരു ലൈറ്റിൻ്റെ ഈ ഒരു സാധനം ഒരു കിങ് ടോയ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മുട്ടായി വാങ്ങിയപ്പോൾ കിട്ടിയതായിരുന്നു. അത് ഞാൻ ഈ ഒരു ത്രെഡ് ചുറ്റി ഞാൻ ഹാങ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ ഹാങ് ചെയ്യുമ്പോൾ നമുക്കൊന്ന് തട്ടിക്കൊടുത്താൽ ലൈറ്റ് എത്തുമല്ലോ. അപ്പോൾ അത് വിചാരിച്ച് അതൊന്ന് റോൾ ചെയ്തെടുത്തിട്ട് ഈ ഒരു ഗ്രിഡ്മേൽ ഹാങ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ ഈ ഒരു ടേബിളിലേക്ക് ഞാൻ ഫെയറി ലൈറ്റും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്.